ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കാർ ഫോർ സെയിൽ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഷോപ്പിലോട്ട് പോകുന്ന യു ക്യാൻ ഹാവ് യുവർ കാർസ് റിപ്പയർഡ്, പെയിൻറ്റഡ്, കസ്റ്റമൈസ്ഡ് ഓർ വാഷ്ഡ്. ദ കാർ മാർക്കറ്റ് ഓപ്പൺസ് ഓൺ സർട്ടൈൻ ഡേയ്സ്. കാർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇഫ് യു വാണ്ട് ടു ബൈ ഡിഫറെൻറ്റ് കാർസ് യു ക്യാൻ ഗോ ടു ദ ക്ലിക്ക് ഇ ടു ആക്സസ് ദ ടൂൾ മെനു. എനിക്ക് അമർത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കാർ മാർക്കറ്റ് ഓപ്പൺ ആണോ? പോയി നോക്കാം കേട്ടാ. അവിടെ കാർ മാർക്കറ്റ് ഇന്ന് ഓപ്പണാ. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. എനിക്ക് ഈ വണ്ടി കൊടുക്കാനുള്ളതാണ്. ഹായ് 13,000. വേണ്ട 13,000 കാറൊന്നും എനിക്ക് വേണ്ട. ഞാൻ ചെറിയ കുറച്ച് കാർ വാങ്ങിയിട്ട് ചെറിയ കാർസ് വണ്ടി മാത്രമേ മുക്കുന്നുള്ളൂ. ഇപ്പോൾ 6,800 വരാം, തിരിച്ചു വരാം. 14 വേണ്ട അത്ര കാശൊന്നുമില്ല എൻ്റെ കയ്യിൽ. അമ്മച്ചിയുടെ കാറ് കൊള്ളാം, ചേച്ചിയുടെ വേണ്ട 19,000 എനിക്ക് കാർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്ര കാശും എൻ്റെ കയ്യിലില്ല. 57,000 ഇത് കണ്ടാലേ അറിയാം. ഇതൊക്കെ കിട്ടില്ല, ഇതൊന്നും ശരിക്കും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ അവിടെ 83,000 ഏതാ 83 സാധനം ഉണ്ടത്. അപ്പം നമ്മൾ നോക്കിയില്ല, അങ്ങോട്ട് ഉള്ളത് അമ്മച്ചിയുടെ കാറ് മാത്രമാണ്. പക്ഷെ അമ്മച്ചി 6,800 പറഞ്ഞ് കുഴപ്പമില്ല, വാങ്ങിക്കാം. ഞാനിപ്പോൾ അടുത്ത കാറ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ റിപ്പയറിലോട്ട് വിടുന്ന. ചേച്ചി എത്രയായിരുന്നു വണ്ടിക്ക് പറഞ്ഞത്? ചെറുതല്ലായിരുന്നു? വേണ്ട അത്ര ഗതി വിടുന്നു എനിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കാർ മാർക്കറ്റിൽ പോയിട്ട് ഫസ്റ്റ് കാറ് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് എൻ്റെ അവിടെ നമുക്ക് വേറെ ദിവസം വരാം. എൻ്റെ ഇതെവിടെ ഓഫീസ്. ഓക്കെ, അപ്പം നമുക്കിന്ന് പെയിൻ്റ് അടിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ അത് ചെയ്ത് കഴിഞ്ഞു. അവന്മാരും മണ്ടന്മാർ തന്നെ. അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തു. കൈ തട്ടിപ്പോയതാണെങ്കിലും ഫസ്റ്റ് തന്നെ സാധനം. എടാ റിപ്പയർ ചെയ്തില്ല നീ. 668 വണ്ടി വാങ്ങി എത്രയായിരുന്നു ഞാൻ? എല്ലാം മാറ്റിക്കോ. കഴിഞ്ഞ പെട്ടെന്ന് തീർക്ക്, വിൽക്കാനുള്ളതാണ്. ഇന്നൊരു 20,000 ആക്കണം, അല്ല 30,000 ആക്കണം. ഈ വണ്ടി ഞാനൊരു 20,000 വിറ്റാൽ, അല്ല 25,000 വെക്കണം. 25,000 അല്ല 50,000 ഇരിക്കട്ടെ. പിന്നെ ബാർഗെയിൻ ചെയ്യാൻ പറ്റണമെന്ന് ബാർഗെയിൻ ചെയ്യട്ടെ. അപ്പം ഈ കാറ് വെക്കണം. ഇനി വേറെ കാർ എടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. നൈബർഹുഡിലൊന്ന് പോയി നോക്കിയാലോ. ഇത് എടുക്കാൻ എത്ര ടൈം എടുക്കും? ടൈം എടുക്കും കേട്ടോ. അത് നമുക്ക് അപ്പത്തിനും നൈബർഹുഡ് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ നിന്ന് വല്ല കാറുണ്ടെങ്കിൽ ചെറിയ കാശിൻ്റെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് 2 കാർ വെക്കാം. ഇത് അവിടേക്ക് റാലിക്ക് പോന്ന നൈബർഹുഡ്. നമ്മളപ്പോൾ കാർ മാർക്കറ്റും പോയി നെയ്മർ എന്ന് പറയുന്നത് നൈബർഹുഡിലും വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാറൊക്കെ വിറ്റുപോയാ? ഇത് ലോറിയൊക്കെ വെക്കാട്ടിരിക്കുന്ന അമ്മച്ചിയാണോ? അമ്മച്ചി തന്നെ. അല്ല അമ്മച്ചി അല്ലല്ല. എത്ര ലോറിക്ക്? ആടാ 3,900 ലോറി സെറ്റ് എടുത്തിരിക്കുന്നു. അവിടെ ഈ വണ്ടി പൊളിഞ്ഞിരിക്കുവാണ് കേട്ടാ. ഒരു മിനിറ്റ്, ടയറൊന്നുമില്ല ഇതിന്. ഉണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് സൗണ്ട് വന്നിരുന്ന്. ട്രക്കിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും. അത് എൻ്റെ കയ്യിൽ $3,000 $3,000 ഏതെങ്കിലും കാർ വാങ്ങിക്കാൻ കിട്ടും നോക്കട്ടെ ഇവിടുന്ന്. ഇനി കാർസ് അവൈലബിൾ ഫോർ ഇത് ഓടെയാണ് കണ്ടിട്ട് 30,000 40,000 7,000. ശേ, കാശും തീർന്നു പുല്ല്. പിന്നെ എത്ര? 3,000 തരുമോ? 3,000 തരാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഇല്ല 7,000 വേണ്ട കാറ് വേണ്ട. കൊടുക്കാനുള്ളതാണ്. ലിഫ്റ്റ് ഇല്ല ബസ് സ്റ്റോപ്പ് വരെ. ശേ, കാറിനെക്കാട്ടി സ്പീഡ് എനിക്കാ. ഞാൻ തിരുവനന്തപുരത്താ. ഞാൻ ബാക്കിൽ കൂടിയാലും നിങ്ങൾ എത്തില്ലല്ലോടാ മണ്ടന്മാര്. ഓഫീസ് ഇന്ന് നമുക്കപ്പോൾ 2 വണ്ടി വെക്കാനുണ്ട്. ഒരു ലോറിയും. ഇതാരോടെ കച്ചറിട്ട്
ഓ കച്ചറ വരും കാശ് കിട്ടോ. എടാ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഈ ലോറി. എടേ വണ്ടി വലിയുന്ന പോലുമില്ല. ഇതൊക്കെ സൗണ്ടും വരുന്നു കേട്ടാ. ഇതിന്നെ പറ്റിച്ചാവണം കേട്ടാ അവൻ. എടാ എന്നെ ചതിച്ചവൻ. കണ്ണുണ്ടോടല്ല. ഇത് റിപ്പയർ ചെയ്യാവോ? ആ കുഴപ്പമില്ല, ഓടിയാൽ മതി. $550. ഇത് കഴിഞ്ഞാ ഞാൻ എടുക്കുന്ന ഇലക്ട്രിക്കൽ എന്തെങ്കിലും പണി ഉണ്ടാണോ വണ്ടിക്ക്? ഓ ഏതാ ഡ്രിഫ്റ്റ് ഉണ്ടാ? അവിടെ വീൽസ് വീല് പറ്റാൻ പറ്റുമോ? വണ്ടിക്ക് ഏറ്റവും കൊടുത്തിട്ട് വണ്ടി അവിടെ വിളിച്ചോ? ഈ വണ്ടി ആ കളർ ഒരു വെളിച്ചല്ല. റെഡ് ഇരിക്കട്ടെ, കൊള്ളാം. വിഷയം കളർ കേട്ടാ. കണ്ണാപ്പിയാക്കും ഞാൻ വണ്ടിന്. കൊള്ളാം. കാശൊക്കെ അതേ പോന്ന്. വീല് പച്ച ടയറാ. എടാ $1000 ടയറിന്. ഞാൻ അപ്പൊ പിടിച്ച് മാറ്റിയിരുന്ന് അറിയാണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് മാറ്റേണ്ട സാധനങ്ങളാണ് കേട്ടാ. വേണ്ട 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 വേണ്ട. കിറ്റാ ടർബോ ഒക്കെ വേണ്ട വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട. കാശുണ്ടാക്കിയിട്ട് വരാം അതിനൊക്കെ. വണ്ടിക്കൊരു പെയിൻറ്റും കൂടെ അടിച്ച സെറ്റ്. നീല പെയിന്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നീല ലൈറ്റാണ്. അപ്പോൾ വണ്ടിക്ക് ഏത് കളർ അടിച്ച ചേർത്തുണ്ടാവും? ബ്ലാക്ക് അടിക്കാം. ഫുൾ ബ്ലാക്ക്. അയ്യോ ആ ഓക്കെ. എടാ ഇതൊക്കെ തുടച്ചാ പോകുന്നുണ്ട്. ഇവന്മാര് പെയിന്റ് അടിക്കുന്നുള്ളൂ കേട്ടാ, വാശൊന്നും ചെയ്യുന്നില്ല. ഇതിന് മുകളിൽ കൂടെ പെയിന്റ് അടിച്ചിട്ട് എന്താണ് പോവാത്ത? ഓ ലുക്കായി. ആ തുടച്ചട ആ പോയി. എല്ലാം പോയി. ഞാൻ കൊണ്ടുപോയി വണ്ടി വെക്കാട്ടെ. 2 വണ്ടിയും കൂടെ ഒരുമിച്ചിട്ട് വെക്കാടുള്ളൂ കേട്ടാ. ആദ്യം നമുക്ക് ലോറി ഉണ്ടായിരുന്നതാണ് നല്ലത് കേട്ടാ. ഇതിവിടെ കിടക്കട്ടെ. അല്ലെങ്കിലേ ഇതൊക്കെ ആരോടെ കൊടുത്തിട്ടത്? ഓ ഒരെണ്ണം അറ്റ് ടൈം എടുക്കാൻ പറ്റുള്ള. മറ്റേ തന്നെ സൂപ്പർ മാർക്കറ്റിലത്തെ ഷോറൂം നടക്കുന്നത്. ലോറിയുടെ പണി കഴിഞ്ഞാ ലോറി എന്തി? ആ അപ്പുറത്ത് സൈഡിലാണ്. ഓ അപ്പൊ എടുക്കുമ്പോ തന്നെ ഇടിച്ച് പൊളിയോലും മിക്കാറോ. എടേ കുടുങ്ങിയാ? ഞാൻ എങ്ങനെ എടുക്കാൻ അതിൻ്റെ അകത്തുനിന്ന്? എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല്. അമ്മച്ചി അതേത് വണ്ടി? അതാരുടെ വണ്ടി? മിക്കവാറും ഇത് പുറത്ത് കിടക്കുമ്പോൾ ഇപ്പൊ ഫ്രണ്ട് ബമ്പർ പോകും കേട്ടാ. അയ്യോ ബ്രേക്ക് പിടി. ഇതിനടക്കം പൊട്ടുന്ന ഈ ഗെയിമിന്റെ കുഴപ്പമാണ് കേട്ടാ. അവനിലിപ്പോ ഒരു വണ്ടിയോട് റിപ്പയർ ചെയ്തിരുന്ന ആ വണ്ടി എന്തി?
ഇതിപ്പോൾ അത് മറക്കുമ്പോൾ മിക്കവാറും ബമ്പർ പോവും. ഇല്ലേ ഇല്ല ചേട്ടാ, അവിടെ ഈ വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ഞാനേ നൈസായിട്ട് വണ്ടി ആരുടെയും തലക്കടിച്ച് ഒഴിവാക്കാട്ട്. എന്റെ തലെന്തി അവനോടെ പണിയെടുക്കുന്ന, അവന് ആരുടെയോ വണ്ടി പണിയെടുക്കുന്ന അവിടെ. ഞാനപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടിട്ട് പാർക്കിങ്ങിലിട്ട് വിൽക്കാം. ഈ വണ്ടി എത്ര എടുത്തത്? ഈ വണ്ടി ഒരു 10, 15, $20, 20 $20,000 കിട്ടിയാൽ കൊടുക്കാം. ഒന്ന് റിവേഴ്സ് പോകാൻ പറ്റനെ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, കാർ നമുക്ക് ലാസ്റ്റ് ഇടാം. ഇവിടെ എത്ര ദിവസം ഉണ്ടായിരുന്ന? ആ ഓഫീസിന്റെ വാതിൽ ശരിയല്ല. എൻ്റെ തല കാണുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ കുടുങ്ങി. ഇത് വല്ലാത്ത കഷ്ടാണല്ലേ. ഈ ലോറിന്റെ തലയിലായി മാൻഡ്രാക്കാന്ന് തോന്നുന്നു ലോറി. ആവോ സന്തോഷായി. ഇവനാണല്ലോ എനിക്കൊരു പ്രതീക്ഷ. സ്റ്റാർട്ടാവുന്നില്ലല്ലേ? ആ ഈ വണ്ടിയിലാണ് എനിക്ക് ഇന്നത്തെ ഒരു ലാഭം കിട്ടുന്നുള്ളത്. എത്രയും തുടങ്ങിയത് $25,000 തുടങ്ങിയതാ. മിക്കവാറും നഷ്ടമാണ്. അയ്യോ എടാ, മൊത്തം മണ്ടത്തരാണല്ലോ ഇത്. ഇത് വലുതാക്കണം, കട വലുതാക്കണം ഫസ്റ്റ്. അതാ എന്താ ചെയ്യാള് തുടക്ക. പോയിന്റ് കിട്ടുന്നുണ്ട് കേട്ടാ വണ്ടി ക്ലീൻ ചെയ്യുമ്പോ. രാത്രി ആയിരുന്നാ? കേട്ടല്ലോ, മാറ്റൊന്നുമില്ലല്ലോ. ഞാനേ ഇന്നത്തെ ഡേ അവസാനിക്കുമ്പോഴത്തേനും വെബ് പേജ് സെയില് ഏതായിരുന്നു വണ്ടിയത്? അയ്യോ, റഷ്യൻ ബോക്സ് ട്രക്ക്. അയ്യോ, മാൻ ട്രാക്ക്. വണ്ടിയുടെ പേര് മാൻ ട്രാക്ക്. കാശൊരു 30,000 ഇരിക്കട്ടെ. പിന്നെ ഇത് ഏതാ? ഇത് മറ്റേ നമ്മളെ കാറ്. ഇത് 5 സ്റ്റാർ അല്ലല്ല. വണ്ടിയുടെ ശരിക്കുള്ള പേര് വേറെ എന്തായിരുന്നു കേട്ടാ? A സ്റ്റാർ. ആ A സ്റ്റാർ അങ്ങനെ ഇരിക്കട്ടെ. ആരും വരുമോ വാങ്ങിക്കാന്? സാധനം ഓപ്പണാണ്, 24/7 ഓപ്പണാണ്. ആരുണ്ടോ കാർ വാങ്ങിക്കാൻ? ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ബിഗ് സെയിൽ മോഡ്ഫോർട്ട് സൊസൈറ്റി ബിഗ് സെയിൽ. അവിടെ ലൈറ്റൊക്കെ എത്തുന്ന കേട്ടോ. മോഡ്ഫോർട്ട് സൊസൈറ്റിയുടെ ബോർഡ്. മോഡ്ഫോർട്ട് സൊസൈറ്റി മോഡ്ഫോർട്ട് സൊസൈറ്റി എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ മോഡ്ഫോർട്ട് സൊസൈറ്റി ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അവിടെ എൻ്റെ കടക്ക് ആരും ഇല്ലടാ. എന്താ ആരും വാങ്ങിക്കാൻ വരാത്ത? ഓപ്പൺ അല്ലേ? ആ ഓഫീസ് ഈസ് ഓപ്പൺ. അവിടെ എനിക്ക് സ്കിൽ പോയിന്റ് ഉണ്ട് കേട്ടാ. എന്താ വാങ്ങിക്കുക? യു ക്യാൻ സീ ദ ഡാമേജ്ഡ് കാർ പാർട്സ് ആൻഡ് ഹെൽപ്പ് ഡീറ്റെയിൽസ്. അതുകൊണ്ട് അത് ഞാൻ ബാർഗെയിനർ ആവട്ടെ. ആ ഇനി അങ്ങോട്ട് ബാർഗെയിനിങ്ങിൻ്റെ കാലമല്ലയോ? പക്ഷെ ഇതോടെ നാട്ടുകാരും വാങ്ങിക്കാമല്ലേ. ഞാനൊന്ന് പോയിട്ട് ഉറങ്ങിയിട്ട് വന്നാലേ. ഓഫീസ് അടക്കട്ടെ. വെയിറ്റ്, ഞാൻ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റുമോ? ഇതാണ് എൻ്റെ വീട് കേട്ടോ. എൻ്റെ വീട് ഇതില്ല, മറ്റേ കണ്ടെയ്നറിൻ്റെ അകത്താണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഈ കണ്ടെയ്നർ എടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കാൻ പറ്റണോ? 10,000 നഷ്ടം കേട്ടാ. അപ്പം അതാണ്, രാത്രി ആയാൽ അപ്പം നമുക്ക് വണ്ടികളൊന്നും വിൽക്കാൻ പറ്റത്തില്ല. ഈ -10,000 നാളേക്ക് ഞാൻ എന്താക്കും? എന്തെങ്കിലുമൊക്കെ ആക്കും. +20,000 ആക്കും.
ഈ 2 കാർ വെക്കണം, എന്നിട്ടേ ഉള്ളൂ ഇനി എന്തും. അവിടെ ആരുടെ കടറ മുമ്പിൽ കച്ചറ കൊടുന്നിട്ടിരിക്കുന്നു. ഓപ്പൺ ആ നട്ടാലേ നല്ല കാശുറയിട്ട് വണ്ടി തരാം ഞാൻ. ചേച്ചി അങ്ങോട്ടല്ല, ഇതിൽ കൂടെ വഴിയുണ്ട്. ഈ കാറിന് എനിക്ക് എത്ര രൂപ ചെലവാണ്? എത്ര രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രക്കിന്? ദിസ് കാർ മേക്ക് യുവർ ലൈഫ് ഈസിയർ. പറ്റത്തില്ല 5300 പറ്റത്തില്ല. ഒരു 10,000 ലാസ്റ്റ്. 10,000-നാണെങ്കിൽ ഓക്കെ പറ്റുമോ? 5388, 7500. ഇനി കുറക്കാൻ ചിക്കരുത്, തരൂല. 5300 വേണ്ട, നീ പൊക്കോ. പിന്നെ നിനക്ക് എത്രയാ? 30,000 പറ്റൂല. 6520 ബാർഗെയിൻ. 15,000 പറ്റുമോ? കൂട്ടില്ലെങ്കിൽ കൂട്ടാൻ താല്പര്യമില്ലല്ലേ? പൊക്കോ. 1500 തന്നെ ഉറച്ച് നിൽക്കും അവൻ. ബ്രോക്ക് എത്ര തന്നെ വേണം? 6500 ബാർഗെയിൻ. ബ്രോക്ക് ആയതുകൊണ്ട് ഒരു 8,000 തരാം. പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. 1599 വേണ്ട, പൊക്കോ. ബ്രോക്ക് എത്ര നീ കാർ വേണ്ടിയത്? എത്ര നീ കാർ? അവിടെ നീരടപ്പം അപ്പുറത്തിൽ ഓടി നോക്കിയത്. 8,800 ബാർഗെയിൻ. 15,000 പറ്റുമോ? പറ്റില്ല. ലാസ്റ്റ് ആയിട്ട് ഞാൻ 10,000 പറയും. പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ പൊക്കോടുന്നു. വേണ്ട, പൊക്കോ. എത്ര കൊണ്ടുപോകാൻ താല്പര്യം? 9,300. ഒരു 12,000 എന്ത് പറയുന്നു? 9,300 11,000 ഓക്കെ ആണോ? ഇല്ല, എന്നാ കൊണ്ടുപോവാം. അല്ലെങ്കിൽ നാളേക്ക് കച്ചവടം നഷ്ടമാവും. ചേച്ചി എത്രനാ? കണ്ടാനറിയാം. ഇതിനല്ലേ, ട്രാവലിങ്ങിനല്ലേ? ഒരു 7. അയ്യോ ഞാൻ ബാർഗെയിൻ ചെയ്യാനാണേ പോയത്. അവിടെ എനിക്ക് നഷ്ടമാണ്. അപ്പോൾ അല്ല, കുറച്ച് കാശ് ലാഭമുണ്ട് കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാർ വിറ്റു. നമ്മൾ മാർക്കറ്റിൽ നിന്നും കാർ എടുത്തു. ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അടുത്ത ദിവസം ഓപ്ഷന് പോകാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഓപ്ഷന് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ.